ശബരിമല എ.ഡി.എം. ഡോക്ടർ അരുൺ എസ് നായർ ആചാരലംഘനം നടത്തിയോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമാണിത്. അരുൺ എസ് നായരുമായി ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്ത ഒരു വീഡിയോ ഉപയോഗിച്ചാണ് ഇത്തരം പ്രചരണം നടക്കുന്നത്. എന്താണ് ആ വീഡിയോയിലുള്ളത് എന്ന് ആദ്യം കാണാം. അതായത് അരുൺ എസ് നായർ 18 പടികളും തൊട്ടു തൊഴുത് ഇരുമുടിക്കെട്ടില്ലാതെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നു. അതാണ് ആ വീഡിയോയിൽ പ്രധാനമായും കാണുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുമുടിക്കെട്ടില്ലാതെ ഇങ്ങനൊരാൾ, അധികാരമുള്ള ഒരാൾ 18ാം പടി കയറുന്നു, ഇത് ആചാര ലംഘനമല്ലേ എന്ന തരത്തിൽ പ്രചരണം നടത്തുന്ന ഒരുപാട് പേർ ഇത് ആചാര ലംഘനമാണ്. കാരണം കേട്ടവരെല്ലാവർക്കും, അറിയുന്ന പലർക്കും പറയുന്നത് ഇരുമുടിക്കെട്ടില്ലാതെ ശബരിമലയിൽ സന്നിധാനത്ത് 18ാം പടി ചവിട്ടാൻ കഴിയില്ല. അല്ലാതെ വരുന്നവർക്ക് സിവിൽ ദർശനവും മറ്റും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, അങ്ങനെ പോകാവുന്നതാണ്. പക്ഷേ ഇരുമുടിക്കെട്ടില്ലാതെ ആർക്കും അയ്യപ്പനെ ദർശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ പുറത്ത് സാധാരണ ഭക്തരെ സംബന്ധിച്ച് പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ എ.ഡി.എമ്മിനെ പോലെ ഉള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് കയറുന്നതാണ് എന്നതടക്കമുള്ള തരത്തിൽ പ്രചരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണ്? ഇതിൻ്റെ വസ്തുത എന്താണ് എന്നറിയാതെയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതുകയും ചെയ്യുന്നത്. ശബരിമലയിലെ ആചാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇരുമുടിക്കെട്ടില്ലാതെ ഡോക്ടർ അരുൺ എസ് നായർ ഇങ്ങനെ ഒരു 18ാം പടി കയറുന്ന ദൃശ്യം പുറത്തു വന്നത്. അത് കേവലം അരുൺ എസ് നായരിനെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ദിവസം നടന്ന സംഭവം എന്ത് എന്നത് അതിൻ്റെ ഒരു ദൃക്സാക്ഷി കൂടി ആയതുകൊണ്ട് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നു. അതായത് ഈ 23-ന് ഡിസംബർ 23-ന് പുറപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്കുന്നു. ആ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സംഘം ശരംകുത്തിയിലേക്ക് പോകാറുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതുതന്നെ ഇതേപോലെ തിരുവാഭരണ ഘോഷയാത്ര എത്തുന്ന സമയത്തും അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു സംഘം ശരംകുത്തിയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഒരു സംഘത്തിൽപ്പെട്ട ഒരാളായി ഡോക്ടർ അരുൺ എസ് നായർ മാറുകയായിരുന്നു. അതെങ്ങനെയാണ് മാറുന്നത് എന്ന് കരുതിയാൽ, ഇവിടെ ജോലിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും, ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഗാർഡുമാരുടെ ഭാഗം, അല്ലെങ്കിൽ KSEBയുടെ, അല്ലെങ്കിൽ പോലീസിൻ്റെ, അതായത് സന്നിധാനം SHO, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെയുള്ള സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ഡോക്ടർ അരുൺ എസ് നായരും. അങ്ങനെ അരുൺ എസ് നായർ ഉൾപ്പെടുന്ന സംഘം ഇവിടെ നിന്ന് ശരംകുത്തിയിലേക്ക് സ്വീകരിക്കാനായി പുറപ്പെടുന്നു. അവരെ തന്ത്രിയാണ് ക്ഷേത്ര നടയിൽ വെച്ച് മാലയണിഞ്ഞ് അവിടേക്ക് കടത്തിവിടുന്നത്. അതൊന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ദിവസം അന്ന് ഈ വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. സാധാരണ ദിവസം 3 മണിക്കാണ് തുറക്കുന്നത്. പക്ഷേ 5 മണിക്ക് നട തുറക്കുന്ന സമയം മാത്രം, അതിനുശേഷം സാധാരണ ഭക്തർക്ക് സ്വീകരണം, ദർശനം ഉണ്ടാകില്ല. അങ്ങനെ ദർശനം നൽകാത്തതിന് പ്രധാന കാരണമായി ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് തങ്കയങ്കി ഘോഷയാത്രയുടെ സുഗമമായ സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്കാണ്. അത് തങ്കയങ്കി ഘോഷയാത്ര മാത്രമല്ല, തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുമ്പോഴും പമ്പയിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ടാൽ കുറച്ച് സമയം ഭക്തരെ അവിടെ തടഞ്ഞു വെക്കും. കാരണം ഈ ഘോഷയാത്രയും ഇതും തമ്മിൽ, ഭക്തരുടെ ഒരു തിരക്കും തമ്മിൽ കൂട്ടിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുക, ഭക്തർ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻനിർത്തി തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തിയ ശേഷം മാത്രമായിരിക്കും മറ്റു ഭക്തർക്ക് ദർശനമുണ്ടാകുക. അപ്പോൾ അന്ന് വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ നട തുറക്കുന്നു. നട തുറന്നാൽ ആർക്കും അന്ന് സാധാരണ ഭക്തർക്ക് ദർശനമില്ല. പിന്നീട് തൊട്ടടുത്ത് തന്ത്രി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്, ഈ സംഘത്തെ ഏതാണ്ട് 10-20-25 അംഗ സംഘമുണ്ടാകും. ദേവസ്വം ബോർഡ്, PRO ഉൾപ്പെടെയുള്ളവരുടെ, അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തന്നെയാണ് ഇതിലുണ്ടാകുക. എക്സൈസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുണ്ടാകും. ഇവർക്കെല്ലാവർക്കും ശബരീശ സന്നിധിയിൽ ശ്രീകോവിലിൽ പൂജിച്ച മാലയിട്ട് അണിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവർ അങ്ങനെ മാലയിട്ടുകൊണ്ടാണ് ഈ ശരംകുത്തിയിലേക്ക് പോകുന്നത്. ശരംകുത്തിയിലേക്ക് പോകുന്ന ഈ സംഘം തിരിച്ച് അവിടെ ഘോഷയാത്രയെ സ്വീകരിച്ച ശേഷം തിരിച്ച് സന്നിധാനത്തേക്ക് നടന്നെത്തുന്നു. വലിയ വാദ്യമേളങ്ങളുമായി ഒക്കെ തന്നെയാണ് നടയിലേക്ക് എത്തുക. അന്ന് എത്തുമ്പോൾ ഏറ്റവും മുൻനിരയിൽ തന്നെ ഈ സ്വീകരിക്കുന്നവർ ഉണ്ടാകും. ഈ ഘോഷയാത്രയുടെ മുൻനിരയിൽ തന്നെ ഒരു ഘോഷയാത്രയാണ് ശബരിമല മുതൽ ഇങ്ങോട്ടേക്ക് വരിക. അത് തിരുവാഭരണ ഘോഷയാത്രയാണെങ്കിലും ഇതേ സമാനമായ രീതി തന്നെയാണുള്ളത്. ഇത് രണ്ടിലും
പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല. അതങ്ങനെ എത്തുന്ന സമയത്ത് ഈ സംഘത്തിലുള്ളവർക്ക്, അതായത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അകമ്പടി സേവിക്കാൻ എത്തുന്നവരുണ്ട്, അവർക്കാർക്കും 18-ാം പടി കയറാനുള്ള അവകാശമുണ്ടാകില്ല. പക്ഷേ സന്നിധാനം വെച്ചോ SHO ഈ സംഘത്തിലുള്ളതായതുകൊണ്ട് അദ്ദേഹത്തിന് കയറാം. അങ്ങനെ ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന 10, 20, 25 ഉദ്യോഗസ്ഥർക്ക് ഈ 18-ാം പടി കയറാൻ സാധിക്കും, ഇരുമുടിക്കെട്ടില്ലാതെ. അത് തന്ത്രി പ്രത്യേകം അനുഗ്രഹിച്ച് ഇത് സ്വീകരിക്കാനായി വിടുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ഈ 18-ാം പടി കയറിപ്പോകുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ അരുണസ് നായർ മാത്രമല്ല, മറ്റ് 25 പേരും ഇതേപോലെ തന്നെ ഈ 18-ാം പടി തലയിൽ ഇരുമുടിക്കെട്ടില്ലാതെ കയറിയിട്ടുണ്ട്. അവർക്കൊക്കെ കഴുത്തിലൊരു മാലയുണ്ടാകും, അത് തന്ത്രി അണിയിച്ച മാലയാണ്. അവരാണ് മുകളിലേക്ക് എത്തുകയും തുടർന്ന് ഈ സ്വീകരിച്ച് സന്നിധാനത്തേക്ക്, ശ്രീകോവിലേക്കടക്കം ഈ സംഘത്തെ കൊണ്ടുപോകുന്നത്. ഈ കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘമുണ്ടാകും, ചിലപ്പോൾ മന്ത്രിമാരുണ്ടെങ്കിൽ അവരുണ്ടാകും, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, അവരും മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഈ പന്തളത്തു നിന്നുള്ള തിരുവാഭരണ വാഹക സംഘമാണ് ഇത് കൊണ്ടുവരുന്നത്, തങ്കയങ്കി കൊണ്ടുവരുന്നത്. അത് പമ്പ വരെ വാഹനത്തിലാണ് വരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഈ തലച്ചുമടായി കൊണ്ടുവരുമ്പോൾ പന്തളത്തു നിന്നുള്ള തിരുവാഭരണ വാഹക സംഘമാണത്. എടുക്കുന്ന ആൾക്കും മറ്റ് ഇരുമുടിക്കെട്ടിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഈ തിരുവാഭരണം, അതായത് ഫലത്തിൽ ഈ തിരുവാഭരണം അതല്ലെങ്കിൽ തങ്കയങ്കി അതും ചുമന്നുകൊണ്ട് കയറുന്നു. അവർക്കും ഇരുമുടിക്കെട്ടില്ല. അപ്പോൾ പന്തളം രാജാവിനും ഇങ്ങനെയൊരു അവകാശമുണ്ട്, ഇരുമുടിക്കെട്ടില്ലാതെ കയറാനുള്ള അവകാശം. അതല്ലാതെ ഫലത്തിൽ ഇരുമുടിക്കെട്ടില്ലാതെ കയറാൻ ഇവർക്ക് അവകാശം കൊടുക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന തന്ത്രി തന്നെയാണ് അവരെ അനുഗ്രഹിച്ചു വിടുന്നത്. അതായത് അരുണസ് നായർ ആചാരലംഘനം നടത്തിയോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ആചാരലംഘനം നടത്തിയിട്ടില്ല. അരുണസ് നായർ മാത്രമല്ല, 10-25 വരുന്ന മറ്റു ഉദ്യോഗസ്ഥരും ആചാരലംഘനം നടത്തിയിട്ടില്ല. അത് പ്രചരിപ്പിക്കുന്നവർക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അജ്ഞതയാകാം. ശബരിമലയുടെ കാര്യത്തിൽ അജ്ഞത മൂലം പല പ്രചാരണങ്ങളും പലപ്പോഴും നടത്താറുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മറ്റുദ്യോഗസ്ഥരും അവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഫലത്തിൽ ആചാരലംഘനത്തിൻ്റെ ഭാഗമല്ല എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുകയാണ്.